നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ലിവർ ഫ്രൈ ആണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ലിവർ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലിവർ ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. ഇത് വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് ലിവർ കഴുകുമ്പോൾ അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനിയൊരു പാൻ വച്ച് പാൻ ചൂടായി വന്ന് കഴിയുമ്പോൾ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള സ്ലൈസ് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം പൊടികളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ലതുപോലെ ചേർത്താൽ മാത്രമേ ലിവറിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിവറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ലിവർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൽ വെള്ളം മുഴുവൻ പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ തുറന്ന് വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലിവറിലുണ്ടായിരുന്ന എക്സ്ട്രാ വെള്ളമൊക്കെ വറ്റി ലിവർ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതും ആയ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.